KNM ഡാഷ് സെക്രട്ടറി ബഹു ഡോ ഹുസൈൻ മടവൂർ മർക്കസ് ദേവ സ്വകാര്യ സ്വത്താക്കിയെന്ന് കള്ള ആരോപണം ഉന്നയിച്ച് മുജാഹിദുകളെ നാടുനീളെ തെറ്റിദ്ധരിപ്പിച്ച ഈ പുരോഹിതൻ നീതിയൊന്നൊരും സത്യമുണ്ടായിരുന്നെങ്കിൽ ലൈബ്രറി ഫണ്ട് ബ്രാക്കറ്റിലെ ദേവ ഇത്തരത്തിൽ ഉപയോഗിക്കുമായിരുന്നു. ലൈബ്രറി ഫണ്ട് സമം ദേവ ഫണ്ട്. ഇവൻ ഏതാ? ലൈബ്രറി ഉണ്ടാക്കാൻ സ്ഥലം വാങ്ങാനും കെട്ടിടത്തിനും അദ്ദേഹം പൈസ തന്നു, പുസ്തകത്തിനൊന്നും പൈസ തന്നിട്ടില്ല. അത് നിങ്ങൾ വാങ്ങണം എന്നാ പറഞ്ഞത്. ശരി, പിന്നീട് ഞാൻ അവർക്ക് ചെന്നപ്പോ പുസ്തകത്തിന് രണ്ട് ചെറിയൊരു പൈസ, ഞാൻ അവിടെ ബുക്ക് ഫെയർ നടന്നപ്പോ, ഷാർജയിൽ ബുക്ക് ഫെയർ നടന്നപ്പോ പോയിരുന്നു. അദ്ദേഹത്തോട് ചോദിച്ചതേ അല്ല, ഞാൻ അദ്ദേഹത്തെ കാണാൻ പോയപ്പോ അദ്ദേഹം ഒരു 1000 റിയാൽ ബുക്ക് വാങ്ങാൻ വേണ്ടി തന്നു. 1000-1500 ഒറ്റ തന്നു. അന്ന് ഞാൻ 13,000 റിയാലിന്റെ കിതാബ് വാങ്ങിയിട്ടുണ്ട്. പുസ്തകങ്ങളൊക്കെ ഞാനാ വാങ്ങിയത് എന്റെ ഹജ്ജിന് പോയ യാത്രയിൽ, ഏത് യാത്രയിലും. അപ്പൊ ഹുസൈൻ മടവൂര് മർക്കസ് ദേവ സ്വന്തമാക്കിയത് അത് തെറ്റല്ല എന്ന് ഇപ്പൊ ന്യായീകരിക്കണം. അതിനാ എന്നെ തെറ്റ് കൂട്ടിക്കെട്ടുന്നത്. ഹുസൈൻ മടവൂര് മർക്കസ് ദേവ അദ്ദേഹം ഉൾപ്പെടെയുള്ള 10 അംഗങ്ങളുടെ സ്വകാര്യ ട്രസ്റ്റാക്കി മാറ്റിയെന്നത് മുജാഹിദ് കേരളത്തിൽ പരസ്യമായ കാര്യമാണ്. KP മുഹമ്മദ് മൗലവിയുടെ അനുവാദമില്ലാതെ അദ്ദേഹത്തിന്റെ പേരച്ചടിച്ചിട്ട് പിരിവിന് കത്തിറക്കി. ഹുസൈൻ മടവൂരിനെയും KPന്റെയും പേര് വെച്ചിട്ട്. അപ്പോൾ കേട്ടല്ലോ, ഒരു മനുഷ്യൻ പൈസ തന്നിട്ട് അയാളോടുള്ള നന്ദികേടാണുള്ളത്. അയാൾ എത്ര തന്നു? 1000, 1500 എത്ര തന്നു? അത്രേ ഉള്ളൂ. ഇതാണ് ഈ നന്ദികേടിന്റെ ജീവിക്കുന്ന രൂപങ്ങളാണുള്ളവരൊക്കെ. കാരണം പഠിപ്പിച്ച ഉസ്താദിനെയാണ് ഈ തെറി അറിഞ്ഞ് നടക്കുന്നത്. പിന്നെ ഇപ്പൊ ഒരു ലേശം പൈസ കൊടുത്തൊരു അറബിനോട് എന്തൊക്കെ കാണിക്കാം, അതാണ് ഇപ്പൊ ഈ കണ്ടത് നമ്മള്. ഒരു 1000, 1500. പക്ഷെ ഇതിനെ നമ്മള് മർക്കസുദ്ദാവയുടെ സംഭവത്തോട് കൂട്ടിക്കെട്ട്. അങ്ങനെ കൂട്ടിക്കെട്ടുമ്പോ അദ്ദേഹം പറയുന്നതല്ല, സ്വന്തം ഹുസൈൻ മടവൂർ മർക്കസുദ്ദാവ സ്വന്തമാക്കിയ പോലെ ഹുസൈൻ മടവൂർ മർക്കസുദ്ദാവ സ്വന്തമാക്കിയിട്ടില്ല എന്നത് മുജാഹിദ് കേരളം തിരിച്ചറിഞ്ഞതാ. പിന്നീട് അതിന്റെ എന്തൊക്കെയായിരുന്നു സംഭവിച്ചതെന്ന് വളരെ ചാരിതാർത്ഥ്യത്തോടെ തന്നെ മുജാഹിദ് പ്രവർത്തകർ അത് നെഞ്ചിലേക്ക് ഏറ്റുവാങ്ങിയിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ എന്താന്ന് വെച്ചാല് ISMന്റെ കീഴിലുള്ള പ്രത്യേകമായി അവർ ISM തന്നെ രൂപീകരിച്ച ഒരു പ്രത്യേക സംവിധാനം, അതിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ചില സൗകര്യങ്ങൾക്ക് വേണ്ടി ഇതിന്റെ ഒരു കാര്യവും മർക്കസുദ്ദാവയുടെ ബിൽഡിംഗുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും ഹുസൈൻ മടവൂരോ ആ ട്രസ്റ്റ് അംഗങ്ങളോ സ്വകാര്യമായി നടത്തിയിട്ടില്ല. വാടകയ്ക്ക് കൊടുക്കുന്നതും വാടക വാങ്ങുന്നതും അഡ്വാൻസ് വാങ്ങുന്നതും അത് പിരിക്കുന്നതും എല്ലാം ISM ആണ്. ISMന്റെ റെസീറ്റ് ഉപയോഗിച്ചാണ്. ISM ഒരിക്കൽ. എന്നാൽ നേരെ മറിച്ച് ഇതങ്ങനെയാണോ? പക്ഷെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച ഒരു കാര്യം, KP മുഹമ്മദ് മൗലവിയുടെ പേരിൽ നോട്ടീസ് ഉണ്ടാക്കി, കത്തുണ്ടാക്കി, പ്രവർത്തകരെടുത്ത് നിന്ന് പിരിച്ചുണ്ടാക്കിയതാണ് മർക്കസുദ്ദാവ. ഇങ്ങനെയായിരുന്നു സഹോദരന്മാരെ ഒരു 6 വർഷം മുമ്പ് നമ്മൾ കേട്ടിരുന്നത്. ഖലീഫ റബ്ബാൻ എന്ന ഖത്തറിലെ ഒരു അറബി, ആ അറബിയിൽ നിന്ന് പണം വാങ്ങി, ഇവിടെ ഇഖ്വാനിയാണ് അറബി, സുറൂറിയാണ് അറബി, അദ്ദേഹത്തിൽ നിന്ന് പണം വാങ്ങി ഇവിടെ കേരളത്തിൽ ഒരു ആസ്ഥാനം ഉണ്ടാക്കി ഇഖ്വാനിസവും സുറൂറിസവും പ്രചരിപ്പിക്കാൻ എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച അതേ നാവാണ് ഈ സക്കരിയേണ്ടത്. പക്ഷെ ഈ സക്കരിയ ഇപ്പൊ തന്ത്രപൂർവ്വം ഖലീഫ റബ്ബാന്റെ പ്രശ്നം വിടുകയാണ്. കാരണം ഖലീഫ റബ്ബാൻ ഒരു ഗൾഫിലെ അറബിയാണ്. ഗൾഫിലെ അറബിന്റെ അടുത്ത് പൈസ വാങ്ങിയിട്ട് ഇവിടെ ഒരു കെട്ടിടം പണിയുന്നതിന്റെ ഔചിത്യം സ്ഥാപിക്കുകയായിരുന്നു അദ്ദേഹം. അപ്പോ ഇത് അനുചിതമാണ് എന്ന് പറയാൻ വയ്യ. പക്ഷെ നമുക്കത് മറക്കാൻ കഴിയില്ലല്ലോ. അന്നുണ്ടായിരുന്ന പ്രസംഗത്തിന്റെ ഒരു ശകലം ഒരു ചെറിയൊരു ഓർമ്മയ്ക്ക് വേണ്ടി കേൾക്കുന്നല്ല. രൂപീകരണം അത് ഖത്തറിൽ നിന്ന് ഖലീഫ റബ്ബാൻ അദ്ദേഹം ഖത്തറിലെ സലഫി പ്രവർത്തകന്മാരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. ഇവിടെ നമുക്കൊക്കെ അറിയാവുന്ന പോലെ നമ്മുടെ കൂട്ടത്തിലും ഈ പുതിയ ചിന്താഗതി വന്ന പോലെ അവിടെയും പുതിയ ചിന്താഗതി വന്നപ്പോൾ ആ ചിന്താഗതി അബ്ദുറഹ്മാൻ അബ്ദുൽ ഖാലിഖിന്റെ ലൈൻ സ്വീകരിച്ചുകൊണ്ട് സുറൂരി ചിന്താഗതി ഉൾക്കൊണ്ട് ആ ചിന്താഗതിയുമായി ഉൾക്കൊള്ളുന്ന ആളുകളുടെ കൂട്ടത്തിലാണ് ഖലീഫ റബ്ബാൻ എന്ന കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹം ഞാനിവിടെ ജോലി ചെയ്തിരുന്ന കാലത്ത് നാട്ടിലേക്ക് വരുമ്പോൾ എന്നോട് പറഞ്ഞിരുന്നു, നിങ്ങളുടെ നാട്ടിൽ ദഅവത്ത് നടത്താൻ ഒരു കേന്ദ്രം വേണം, നമ്മൾ ഉദ്ദേശിക്കുന്ന വിധത്തിൽ ദഅവത്ത് നടത്താൻ അതിന് എത്ര സംഖ്യ വരുമോ അത് ഞാൻ തരാം. ആ സെന്ററിന്, ആ മർക്കസിന് ആരെയും ആശ്രയിക്കാതെ സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയണം. അതുകൊണ്ട് ഒരു വരുമാനമുണ്ടാക്കുന്ന ഒരു പ്രോജക്റ്റും അതിന്റെ കൂടെ വേണം. അതിനും എത്ര സംഖ്യ വരുമോ രണ്ടിന്റെയും എസ്റ്റിമേറ്റ് തന്നാൽ ഞാൻ സംഭാവന ചെയ്യാമെന്ന് പറഞ്ഞു. നാട്ടിൽ തിരിച്ചെത്തിയ ഞാൻ KP മുഹമ്മദ് മൗലവിയോട് കാര്യം പറഞ്ഞപ്പോൾ KP പറഞ്ഞു, അത് നമുക്ക് വേണ്ട, അത് നമുക്ക് ഗുണം ചെയ്യില്ല എന്ന്. ആദ്യം വിഷമമാണ് തോന്നിയതെങ്കിലും KPക്ക് കാര്യങ്ങളെ പറ്റിയുള്ള ധാരണ ശൈഖ് അബ്ദുല്ലാഹ് 90കളുടെ തുടക്കത്തിൽ തന്നെ മർഹൂം KP മുഹമ്മദ് മൗലവിയുടെ അടുക്കൽ വന്ന് ഈ ലോകാടിസ്ഥാനത്തിൽ സലഫി പ്രസ്ഥാനം നേരിട്ടുകൊണ്ടിരിക്കുന്ന വെല്ലുവിളികളെയും പ്രതിസന്ധികളെയും സംബന്ധിച്ച് ബോധ്യപ്പെടുത്തുകയും ഓരോ രാജ്യത്തും ഇതിന്റെ വക്താക്കൾ ആരാണെന്ന്
പറഞ്ഞു കൊടുക്കുകയും ചെയ്തിരുന്നു. അതാണ് കെ.പി. മൗലവി അങ്ങനെ പറയാനുണ്ടായ കാരണമെന്ന് മനസ്സിലായി. ബഹുമാനായ അബ്ദുറഹ്മാൻ സലഫിയുടെ പഴയൊരു പ്രസംഗമാണ് നിങ്ങൾ കേട്ടത്. അദ്ദേഹം പറയുന്നത് സുറൂറി ഭീകരനായിരുന്ന, സുറൂറിസം പ്രചരിപ്പിക്കാൻ വേണ്ടി മിഡിൽ ഈസ്റ്റിലെ ഏജന്റ് ആയിരുന്ന ഖലീഫ റബ്ബാനിൽ നിന്ന് ഖലീഫ റബ്ബാൻ അബ്ദുറഹ്മാൻ സലഫിയോട് ഒക്കെ പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ കുറച്ച് പൈസ തരാം, നാട്ടിൽ പോയിട്ട് ഉണ്ടാക്കിക്കൊള്ളി എന്ന് പറഞ്ഞപ്പോ അതിവിടെ വന്ന് കെ.പിയോട് പറഞ്ഞപ്പോ കെ.പി പറഞ്ഞു, ആ പണം നമുക്ക് വേണ്ട. അങ്ങനെ കെ.പി പറഞ്ഞ ആ പണം ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ഡോക്ടർ ഹുസൈൻ മടവൂർ മർക്കസ് ദാവ പണിതത് എന്നാണ് അന്ന് പറയുന്നത്. ഇപ്പൊ പറയുന്നത് കെ.പിയുടെ പേരിൽ കള്ളക്കത്തുണ്ടാക്കിയെന്നാണ് ഡോക്ടർ സക്കരിയ സലാഹി പറയുന്നത്. അപ്പൊ അന്ന് അങ്ങനെ പറഞ്ഞ് എല്ലാ വിഷയങ്ങൾക്കും സംഭവിച്ചതുപോലെ ഒരു ഗതി ആ വിഷയത്തിനും വന്നു. മർക്കസ് ദാവ ഇല്ല, ഖലീഫ റബ്ബാൻ ഇല്ല, അങ്ങനെയൊക്കെ എല്ലാ വിഷയങ്ങളും അന്ന് പറഞ്ഞിരുന്ന ഏതെങ്കിലും ഒരു വിഷയം അവർ ഉന്നയിക്കുന്നുണ്ടോ? ഇപ്പോ വർത്തമാനം, ഷബാബ്, പുടവ, ഇങ്ങനെ കുറെ പുതിയ വിഷയങ്ങൾ. അന്ന് പറഞ്ഞിരുന്ന തറാവീഹ്, കുനൂത്ത് പോലുള്ള ഒരു വിഷയവും ഇപ്പൊ ഇല്ലല്ലോ. ആ കൂട്ടത്തിലാണ് ഖലീഫ റബ്ബാന്റെ വിഷയവും. ഇതൊക്കെ ഒരു തൽക്കാലം ഖബറടക്കി. ആ ഖബറടക്കി എന്നുള്ള വിഷയം കൂടി സക്കരിയ ഒന്ന് പറഞ്ഞോട്ടെ. ഇതൊക്കെ ഇപ്പൊ പുറത്തിടുന്ന എന്തിനാ നിങ്ങൾക്ക് ഇപ്പൊ വിഷയമൊന്നും ഇതൊക്കെ എല്ലാം നിന്ന് തെസ്ബീത്ത് ചൊല്ലി കഴിഞ്ഞ വിഷയം. അതൊക്കെ നിങ്ങളോട് ഇതിലൊന്നും തർക്കിക്കാൻ ഞങ്ങൾക്ക് നേരല്ല. ഞങ്ങളെ പണിയുണ്ട് വേറെ. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള കാര്യങ്ങളായിട്ട് നിങ്ങൾ ഇപ്പൊ ഇറങ്ങണത് അതെല്ലാം കഴിഞ്ഞു. ഇതിനെപ്പറ്റി ചർച്ചയല്ല. നിങ്ങളായിട്ട് എങ്ങനെ പിരിയണമെന്ന് മാത്രമേ ഇപ്പൊ ചർച്ചയുള്ളൂ. നിങ്ങളായിട്ട് യോജിക്കേണ്ട പറ്റിയ ആലോചനയല്ല. പഴയ വിഷയങ്ങളൊക്കെ കബറടക്കി തസ്ബീത്തും ജല്ലിയും ഒക്കെ കഴിഞ്ഞു. ഇനി അതിനെ കുറിച്ച് ചർച്ചയില്ല. എന്തുകൊണ്ടാ ചർച്ചയില്ലാത്തത്? ഒരു ചെറിയ ഉദാഹരണം. നേരത്തെ പ്രസംഗങ്ങൾ കേട്ട അബ്ദുറഹ്മാൻ സലഫിന്റെതാണല്ലോ. അതേ അബ്ദുറഹ്മാൻ സലഫി പിന്നീട് ഈ ചർച്ച ഇല്ലാതായി കബറടക്കിയതിന് ശേഷം അതേ ഖലീഫ റബ്ബാന്റെ അടുത്ത് പോയിട്ട് കോടികൾ ആവശ്യപ്പെട്ട് നൽകിയ കത്താണ്. കെ.പി വേണ്ടാന്ന് പറഞ്ഞിട്ട് നിലവിളിച്ചല്ലോ. ആ സലഫി കെ.പിക്ക് ഇഷ്ടമില്ലാത്ത ഒരാളടുത്ത് നിന്ന് പറഞ്ഞ അടുത്ത് പോയിട്ട് കോടികൾ ചോദിക്കുന്നു. ആർക്ക് വേണ്ടി? അവരുടെ സംസ്ഥാന നേതൃത്വത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ജാമിയ നദവിയ ഇടവണ്ണക്ക് വേണ്ടി കോടികൾ ആവശ്യപ്പെട്ടുകൊണ്ടാണ് കത്ത് കൊടുത്തിട്ടുള്ളത്. ഇതുകൊണ്ടാണ് കബറടക്കി എന്ന് പറയുന്നത്. ഇങ്ങനെ എല്ലാ വിഷയങ്ങളും കബറടക്കേണ്ടി വന്നിട്ടുണ്ട്. നമ്മൾക്ക് നേരെ ഉന്നയിച്ചിരുന്ന ഏതൊരു വിഷയാപ്പ അവശേഷിക്കുന്നത് എല്ലാം അവരേറ്റെടുത്തില്ലേ? തൗഹീദ് പറയുന്നില്ല എന്നുള്ളത് വരെ തിരിച്ചു ഭവിച്ചു. ഇപ്പൊ ജിന്ന് സീറോ അല്ലാതെ കഴിഞ്ഞ ഒരു 3-4 വർഷത്തെ അവരുടെ പ്രസംഗങ്ങളുടെ ഒരു കണക്കെടുപ്പെടുത്തി നോക്കി. ജിന്ന്, സിഹിർ, പല്ലിനെ കൊല്ലൽ, മുഷ്ടി ചുരുട്ടൽ, പിന്നെ അങ്ങനെ താടി നീട്ടൽ, ഇങ്ങനെയുള്ള കുറെ വിഷയങ്ങളിൽ അതിഗഹനമായി പൂർവികർ പോലും നൽകാത്ത പ്രാധാന്യത്തോടു കൂടി ഇങ്ങനെ അവതരിപ്പിച്ചടക്കുള്ളൂ. താടി വടിക്കുന്നോ കാഫറാന്ന് വരെ പ്രചരിപ്പിച്ചടക്കുന്നു. ഇങ്ങനെ അവസ്ഥയിലേക്ക് എത്തിയില്ലേ? തൗഹീദിനെക്കാളും വലുത് താടികളാക്കി എല്ലാ വിഷയത്തിലും നമ്മളത് അത് പറയണമെങ്കിൽ അതിനു വേണ്ടി തന്നെ ഒരു പ്രസംഗം വേറെ നടത്തേണ്ടി വരും. അവര് തിരിച്ചുപോയ കാര്യങ്ങൾ. എന്നിട്ടിപ്പോ ഈ ഇതൊന്നും ഇപ്പൊ റബ്ബാന്റെ അടുത്ത് നിന്ന് കോടികൾ വാങ്ങിയതൊക്കെ നമ്മൾ റബ്ബാന്റെ അടുത്ത് പൈസ വാങ്ങിയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇപ്പൊ ഇവരിപ്പോ കാശ് വാങ്ങിയപ്പോ അറബിന്റെ അടുത്ത് വാങ്ങി. ഏത് അറബി? അയാൾ ഇഖ്വാനിയാണോ സലഫിയാണോ? ആർക്കും ചോദ്യമില്ല. എന്നാ ഇതിലൊക്കെ ഗവേഷണം നടത്തുന്ന അബ്ദുറഹ്മാൻ സലഫി ഉണ്ടല്ലോ, അന്വേഷണ കമ്മീഷൻ ആക്കിയെന്ന് ആദരിക്കുകയും ചെയ്തു. ആ സ്ഥിതിക്ക് ഈ പൈസ കൊടുത്ത അറബിന്റെ പിന്നാമ്പറം ഒന്ന് അന്വേഷിച്ചൂടെ? പൈസ വാങ്ങിക്കൊടുത്തവരുടെ പിന്നാമ്പറം ഒന്ന് അന്വേഷിച്ചൂടെ? അതുപോലും ചെയ്യാതെ എന്നിട്ട് ഇതിന്റെ പൈസന്റെ കണക്ക് ചോദിക്കാൻ പാടില്ല. എത്ര കിട്ടിയെന്നൊന്നും അത് ചോദിക്കുകയാണെങ്കിൽ ഒരു മാനദണ്ഡമുണ്ട്. ഞാൻ എത്ര കിട്ടിയെന്ന് നിങ്ങളോട് ചോദിക്കണമെങ്കിൽ എന്റെ വാപ്പ തന്നതായിരിക്കണം ആ പൈസ, എന്നാലേ ചോദിക്കാൻ പാടുള്ളൂ. സക്കരിയ സലാഹി പറയട്ടെ. ആരോപണങ്ങളെ ന്യായീകരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. അതിലവൻ ചോദിക്കാണ് എത്ര സംഖ്യ തന്നത്. അത് പറഞ്ഞുകൊടുക്ക ബന്റെ വാപ്പാന്റെയും തോന്നിയ പൈസ. അത് ബന്റെ വാപ്പാന്റെയും തോന്നിയ പൈസ ആണെങ്കിലല്ലേ നമുക്ക് ഓനോട് കണക്ക് വരേണ്ട ആവശ്യമുള്ളൂ. കേട്ടല്ലോ? അപ്പൊ കണക്കൊന്നും ചോദിക്കാൻ പാടില്ല. നമ്മളെ വാപ്പാനെ കേൾക്കും. ഇപ്പൊ ഞാൻ കേട്ടു, ഇനിയിപ്പോ വേറൊരാള് കേൾക്കാതിരിക്കാൻ വേണ്ടി അയാൾ ഇനി ചോദിക്കൂല. ഇതൊക്കെ ഓരോ തന്ത്രമാണ്. കുറെ ചീത്ത പറഞ്ഞിട്ട് ഒതുക്കണ പരിപാടി ഉണ്ടല്ലോ. അങ്ങനെയുണ്ട്. മെമ്പറിൽ കയറിയിട്ട് പോലും മുമ്പിലിരിക്കുന്ന ആൾക്കാരാണ്ട് ചീത്ത പറയാ. പിന്നെ അയാൾ ആ പള്ളിയിൽ വരരുത്. അതാണ് ഉദ്ദേശം. ഇങ്ങനെ ചെയ്യുന്ന ഒരു സ്വഭാവം, ഈ ഒരു സംസ്കാരം സക്കരിയാക്കൾ ഇവിടെ വളർത്തി